അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അതാക്കണേ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിനി. അപ്പോൾ അതൊക്കെ തിളച്ചു. പിന്നെ നമ്മൾ പൊടി ഇട്ടെടുത്തു. പിന്നെ ഒന്ന് കടലക്കറി പുട്ടുമാണ് കേട്ടോ. അപ്പം ഞാൻ കടലയൊക്കെ കഴുകി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും തക്കാളിയും ഉപ്പും മല്ലിപ്പൊടിയും പെരുംജീരകമൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വെച്ചിക്കണ്. പിന്നെ അതാക്കണേ നമ്മളെ കുറച്ച് ചാക്കേരി ഞാൻ പൊടിച്ചിക്കണം കേട്ടോ. പിന്നെ കുറച്ച് പത്തിരിപ്പൊടിയാണ് ഇടുന്നത്. അപ്പം നമ്മളെ വലിയ മിക്സിൻ്റെ ജാറ് നന്നാക്കി കൊടുന്നിട്ടോ. കുറേ കാലമായിക്കണം അത് ഇങ്ങനെ മൂലൊക്കെ കിടക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഏതായാലും ഇന്നലെ പോയി അതൊക്കെ ഒന്ന് നന്നാക്കി കൊടുന്നിക്കണ്. പിന്നെ ഞാൻ ഒരു നാവൂരി നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തുക്കാണ്ട് പിന്നെ കുഴച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഒക്കെ പത്തിരിപ്പൊടി ആയാൽ ചിലപ്പോൾ ഇങ്ങനെ കട്ട കുത്തിക്കൊണ്ടിരിക്കാരം. ചിലതാണ് ശരിക്കും കൊണ്ട് ആവും കേട്ടോ. ചിലപ്പോൾ ഒരു ശരിയാകാത്ത മാതിരിക്കാരം. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് ചാക്കേരി പൊടിച്ചിക്കണ്. പിന്നെ കുറച്ച് പത്തിരിപ്പൊടി ഇട്ടുകാണ്ട് കുഴച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒരു ഇതിങ്ങനെ ഒരു കട്ട ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ട് കണ്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഒക്കെ ഒന്ന് പൊടിഞ്ഞ് വന്നിക്കണ്. അപ്പോൾ അങ്ങനെ കട്ട കുത്താണെങ്കിൽ ഒന്നിങ്ങനെ കറക്കി കൊടുത്തുകാണ്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ശരിയാവും കേട്ടോ. പിന്നെ നമുക്ക് പുട്ടിക്ക് തേങ്ങ വേണം. അപ്പോൾ ഇതാക്കണ് തേങ്ങ പൊട്ടിച്ചെടുക്കാണ് കേട്ടോ. എന്താ അറിയില്ല എത്ര പൊട്ടിച്ചിട്ടും തേങ്ങ പൊട്ടണേ ഇല്ല. പിന്നെ ഏതായാലും ലാസ്റ്റാണ് പൊട്ടിട്ടോ. അങ്ങനെ അതാക്കണേ കുറച്ച് വെള്ളമുള്ളതിന് വെള്ളത്തിന് മധുരമൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ആ തേങ്ങ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നമുക്ക് തേങ്ങ ചിരണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി വന്നിക്കണേ. ഇനി നമുക്ക് പുട്ട് ചൂടാം. അപ്പോൾ ഇന്ന് പുട്ട് ഞാൻ ഗ്യാസ് മേലാട്ടോ ചൂടുന്നത്. പെട്ടെന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താട്ടി വേഗം പുട്ട് ഗ്യാസുമ്മ ചൂടാന്ന് കരുതിട്ടോ. അങ്ങനെ ഇതാക്കണേ ആദ്യം തേങ്ങ ഇട്ടു, പിന്നെ പൊടിയിട്ടു, പിന്നെ തേങ്ങ ഇട്ടു. അങ്ങനെ നമ്മളെ പുട്ടും കുറ്റിയാണ് നിറച്ചിക്കണം കേട്ടോ. തേങ്ങയും പുട്ടും പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളെ കുറ്റി നിറച്ചു. ഇനി നമുക്ക് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പുട്ടിന് നല്ല സോഫ്റ്റുള്ള പുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ പച്ചരിയൊക്കെ പൊടിച്ചിട്ടേക്കാരം നമ്മളെ മിക്സിയിൽ ഇങ്ങനെ ഇട്ട് പൊടിച്ചിട്ടേക്കാരം മിക്സീൻ്റെ ജാറൊക്കെ പെട്ടെന്ന് കേട് വരുന്നത് കേട്ടോ. പിന്നെ ചിങ്ങനെ മനസ്സിലായത്. പിന്നെ ഇതാക്കണം അങ്ങനെ നമ്മൾ വെച്ചിക്കണം കേട്ടോ. നമ്മളെ പുട്ടും കുറ്റി വെച്ചിക്കണേ. ഇനി അത് ആവിയൊക്കെ വരട്ടെ. പിന്നെ ഞാൻ നമ്മളെ ചാറൊക്കെ വെന്തിനി അതിക്ക് കുറച്ച് തേങ്ങ അരച്ച് പാർന്നിക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് തേങ്ങ അരച്ച് പാർന്ന് അതും കൂടെ ഇളക്കിയെടുത്തിക്കണം. ഇനി നമുക്ക് ചാറൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഒരു കുറ്റി പുട്ടയക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ പുട്ട് ഇതാക്കണ് തള്ളി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ അടിപൊളി ആയിട്ടില്ല സോഫ്റ്റ് പുട്ട് ഇതാക്കണം. പിന്നെ നമ്മളെ കടലക്കറി ഇതാക്കണം. അപ്പം വെള്ളക്കടലയാണ് കേട്ടോ, ചുവപ്പ് കടലയല്ല. അപ്പം ഞാൻ ചാറൊക്കെ ഒന്ന് തൂമിച്ചെടുത്തു. പിന്നെ നമ്മളെ പുതിയാപ്പിളക്കാർക്ക് പണിക്ക് പോകണം. അപ്പം അതിന് പോകാൻ വേണ്ടി നമ്മളെ പുതിയാപ്പിളക്കാർക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് മക്കൾക്കൊന്നും മദ്രസ ഇല്ലാത്തതുകൊണ്ട് മക്കളൊക്കെ ഒന്ന് നേരെ വൈകിട്ട് നീച്ചോളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഇതാക്കണേ നമ്മളെ പുട്ട് എല്ലാം ചുട്ട് കഴിഞ്ഞിക്കണ്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെ മിറ്റടിച്ച് വരാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ മിറ്റടിച്ച് വരാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മളെ മതിൽമ വെച്ച ചെടികളൊക്കെ ഇനി മഴയായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു മാങ്ങ മൂച്ചിണ്ട് അതിമന്ന് ഈ കാനൽ തുള്ളി ഇങ്ങനെ വിൽക്കണോണ്ട് ചിലപ്പം ചെടിയൊക്കെ നാശമാവും കേട്ടോ. അപ്പോൾ എല്ലാ ചെടി ഏതായാലും നാശമാക്കണ്ട. അപ്പോൾ അതൊക്കെ കരുതിയിട്ട് മതിൽമന്നെടുത്ത് മറ്റേ സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കണ്ട കേട്ടോ. എൻ്റെ ചെടിക്ക് എന്നും സ്ഥലം മാറുന്ന പണിയാണ് കേട്ടോ. കുറേ ഞാൻ ഇവിടെ വെക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മതിൽമക്ക് തന്നെ കയറ്റി വെക്കും. അങ്ങനെയാണ്. ഏതായാലും മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഈ കാനൽ തുള്ളി വീണാൽ ചിലപ്പോൾ ചെടീൻ്റെ ഇലകളൊക്കെ ചീഞ്ഞ് പോകണമാണ്. അത് എഴുതിയിട്ട് ഞാൻ ഒക്കെ മതിൽമന്ന് ഇറക്കി വെച്ചിക്കണേ. പിന്നെ ബാക്കിയുള്ള ചട്ടിയിലൊന്നൊക്കെ ചെടി ഉണ്ട് ഇനിയൊക്കെ പോയിട്ടാ വെയിൽ കാരണം ഒക്കെ പോയി. എത്ര നനച്ചിട്ടും അത് ഉണ്ടായില്ല. ഏതായാലും ഞാൻ ഇവിടുന്നേലൊക്കെ കിട്ടിയിട്ട് നമുക്ക് കുഴിച്ചിടണം. അങ്ങനെ മിറ്റടിച്ചോരിലൊക്കെ കഴിഞ്ഞു വന്നു. ഞാൻ ഇതാക്കണ് ചായ കുടിച്ചാണ് കേട്ടോ. അങ്ങനെ 2 കണ്ടം പുട്ടെടുത്തിക്കണ്. അത് ഇതാ കണ്ടോ, പുട്ട് കണ്ടാൽ തന്നെ അറിയില്ല നല്ല സോഫ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഇതാക്കണേ ഞാൻ അങ്ങനെ ചാറ് പാരാണ് കേട്ടോ. നമ്മളെ പുട്ടുക്കൊക്കെ ആകുമ്പോൾ എത്ര കണ്ടിട്ട് ചാറ് പാർന്നാലും കാണൂല. അങ്ങനെയാണ് ഈ പുട്ടിൻ്റെ സ്ഥിതി. അപ്പോൾ അതാക്കണേ നമ്മളെ പുട്ടും കടലയൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ
പുട്ടും കടലയും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളൊക്കെ ഉരച്ചിട്ടിക്കണ്. പിന്നെ അതൊക്കെ ഇനി ഒന്ന് മോരെടുക്കണം കേട്ടോ. ഉരച്ച് വെക്കലും മോറലും ഒക്കെ പാടെ കാട്ടുമ്പോഴത്തേന് ചിലപ്പം വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ കൂടി അത് എഴുതിയിട്ടാണ് ഞാൻ ഉരക്കണ വീഡിയോസൊന്നും എടുക്കാതെ ഞാൻ ഉരച്ച് വെച്ചത് എടുത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ അങ്ങനെ മോരെടുക്കണുണ്ട് കേട്ടോ. രാവിലെ ആയാലും ഒരുപാട് പാത്രങ്ങളുണ്ടാവില്ലേ മോറാനൊക്കെ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് മമ്പയർ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പണിക്ക് പോയപ്പോൾ പറഞ്ഞിന് കേട്ടോ മമ്പയർ ഉപ്പേരി വെച്ചോളണ്ടി എന്ന് പറഞ്ഞിന്. അപ്പോൾ ഞാൻ ഏതായാലും അത് വെള്ളത്തിലിട്ട് വെച്ചിക്കണേ. ഇനി അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മളെല്ലാ പണികളൊക്കെ കഴിഞ്ഞാകുമ്പോഴത്തേന് അതൊന്ന് പൊതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ പെട്ടെന്ന് വേഗമുണ്ട് കേട്ടോ മമ്പയർ. അങ്ങനെ ഞാൻ മമ്പയറൊക്കെ വെള്ളത്തിലിട്ടാൽ നമ്മൾ പുട്ടൊക്കെ ചുട്ടീൻ്റെ ഇതൊക്കെ ഉണ്ടായിന് അതൊക്കെ ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. തുടച്ചെടുത്താലും വേണ്ടിയും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും തുടക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ സനുട്ടൻ ഇതാക്കണേ ചായ അടിച്ചാൻ വേണ്ടി വന്നിക്കണം കേട്ടോ. അപ്പോൾ ഓന് ചാറാ വേണ്ടിയത് വെച്ചപ്പോൾ ചാറ് വേണ്ട പഞ്ചാര മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഓന് പഞ്ചാരയും അതേമാതിരി പുട്ടും കൊടുത്തു. മിനുട്ടി നീച്ചിട്ടില്ല കേട്ടോ. ഓളിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ നീച്ച് വരും. അപ്പോൾ ഓക്കും കറിക്കൊന്നും ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് എന്താണെന്നറിയാം, ആദ്യം പഞ്ചാരട്ട് തിന്നും, പിന്നെ കുറച്ച് കഴിഞ്ഞ് ആരെങ്കിലും തിന്നുകയാണെങ്കിൽ കറി പറഞ്ഞ് തിന്നും. അങ്ങനെ ഒരു സ്വഭാവമാണ് മക്കൾക്ക്. അപ്പോൾ ഞാൻ കുറേ ചീത്ത അറിയാം, അപ്പം നിങ്ങൾക്ക് ചാറ് പറ്റൂലേനി, പഞ്ചാരയെ പറ്റുള്ളേനി, ഇപ്പം നിങ്ങൾക്ക് ചാറ് പറ്റൂലേന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ ചീത്തയൊക്കെ പറയട്ടോ. അങ്ങനെ ഒരിക്കൽ ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞു. പിന്നെ ഞാനും ചോറ്റിന് വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ മട്ടിലൊക്കെ അവിടെ വെച്ചിക്കണേ. നമ്മളെ മട്ടിൽ വെച്ചു. പിന്നെ കുറച്ച് ഓലക്കൊടി അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് തിജ്ജ് കത്തി പൊടിച്ചിട്ട് നമുക്ക് എന്താട്ടാ നമ്മൾ ആ വിറകൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ. മട്ടലിൻ്റെ വിറകൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ അത് അവിടെ ഇങ്ങനെ കത്തി പിടിച്ചോളും. പെട്ടെന്ന് കത്തി പിടിച്ചു കേട്ടോ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഓലക്കൊടിയും പെട്ടെന്ന് കത്തിയാൽ അത് വേഗം കത്തിക്കോളും. പിന്നെ അങ്ങനെ അതാ തിജ്ജൊക്കെ കത്തി. പിന്നെ ഇനി നമുക്ക് ഇതാക്കണ ചകിരി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചകിരിയും വെച്ച് കൊടുത്തു. ഇനി ചകിരിമൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. പിന്നെ തിജ്ജ അങ്ങനെ കത്തിക്കോളും. അങ്ങനെ ഞാൻ ചോറ്റിന് എൻ്റെ തണിയും തീമിട്ടു. അപ്പോൾ അങ്ങനെ അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് അപ്പോൾ കൊടുക്കൊന്നൊരു ചെരിവുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുത്തുക്കണേ. അങ്ങനെ ചോറ്റിനൊക്കെ വെള്ളം വെച്ചു, മൂടി വെച്ചു. ഇനി നമുക്ക് എന്താ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാക്കണ ഇന്നലത്തെ ചക്കക്കുരും അതേമാതിരി മാങ്ങയും വെള്ളരിക്കയും വെച്ച കറി തന്നെയാണ് ആരും കൂട്ടിയിട്ടില്ല. അപ്പോൾ എന്താ ഞാൻ മാത്രം കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. മൂപ്പരാക്ക എന്താട്ടി അതിൻ്റെ വെള്ളം മാത്രം തെക്കി പറന്നുകാണ്ട് ചക്കക്കുരും വേണ്ട വെള്ളരിക്കയും വേണ്ട. ഇവിടുത്തെ മക്കൾ അങ്ങനെയാണ്. ഒരു സാധനം ഉണ്ടാക്കിയാൽ പറ്റില്ല. ഒരിക്കൽ മീൻചാറും ഇറച്ചിച്ചാറും ആണെങ്കിൽ ഓലങ്ങനെ ചോറുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ ഈ വെള്ളരിക്കൻ്റെ ചാറായതുകൊണ്ടുണ്ടല്ലോ, വെള്ളരിക്കും ചക്കക്കുരും ആയതുകൊണ്ട് മക്കൾ രണ്ടാളും എന്താട്ടി രണ്ടാളും ഒരു കഞ്ഞി കുടിച്ച്. അപ്പോൾ പിന്നെ ചാറ് അവിടെ ബാക്കിയായിട്ടാണ്. അപ്പോൾ അത് കളയാനാവില്ല എഴുതിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിനി. അപ്പം ഒന്ന് അത് തിളപ്പിച്ചെടുത്തേക്കണം കേട്ടോ. ഒരു കേടുമില്ല ചാറ്റിന്. പിന്നെ ഇന്ന് തിരുമ്പാലോ അത് കുറച്ച് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് മെഷീനിലിട്ടിക്കണ്. പിന്നെ നമ്മളെ ചോറ്റിന് വെച്ച വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിക്കണ്. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തേക്കണ്. അപ്പം ഇനി നമ്മളെ ചോറ് അവിടെ കടന്ന് വേഗട്ടെ. ഇനി ചോറ് അവിടെ കടന്ന് വന്നോളും. അപ്പോഴത്തേന് നമുക്ക് എന്താട്ടണം, തുടക്കാൻ പോകണം. അപ്പോൾ അടിച്ചോരലൊക്കെ കഴിഞ്ഞിക്കണ് കേട്ടോ. ആകെ അടിച്ചോരലൊക്കെ കഴിഞ്ഞിക്കണ്. ഇനി നമുക്ക് തുടക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി തുടക്കൽ കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരി വെക്കാണ്ട്. അപ്പോൾ തുടക്കൽ വേഗം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് കയറി വന്നാലോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ അകൊക്കെ ഒന്ന് ഇങ്ങനെ പൊയ്ത്ത് ഇങ്ങനെ കിടക്കണ്ടല്ലോ. അപ്പം ഇവിടെ ഉമ്മ ഉണ്ടാകുമ്പം ഏത് പണി എടുത്തിട്ടില്ലെങ്കിലും നേരം വെളുക്കുമ്പോൾ തന്നെ ഉമ്മ സിറ്റ് ഔട്ടും ഹാളും ഒന്ന് തുടച്ചിടും കേട്ടോ. അത് ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് കയറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ രാവിലെ തന്നെ ആ സിറ്റ് ഔട്ടും ഹാളും ഒക്കെ ഒന്ന് തുടച്ചെടുത്തുക്കണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ആര് വന്ന് കണ്ടാലും കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോത്തിന് നമ്മളെ ചോറൊക്കെ ഒന്ന് വെന്തിക്കണേ. അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റിയിടാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ. അപ്പോൾ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായി കേട്ടോ. ഇന്നലെ ആ ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റണം. അപ്പം എന്നാൽ അതുകൊണ്ട് തന്നെ കുറച്ച് ചോറേന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് വേണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് വൈകുന്നേരം വെക്കാമെന്ന് കരുതി. കുക്കറിലിട്ടാൽ ഒരൊറ്റ വിസിലുകൊണ്ട് നമുക്ക് ചോറാകുമല്ലോ. അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ആ ചോറൊന്ന് തിളപ്പിച്ചാൽ വെച്ചു പറഞ്ഞല്ലേ. പിന്നെ ഇതാക്കണേ ഞാൻ നമ്മളെ മമ്പയറും തീമക്കാണ് കേട്ടോ. മുളകും പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ അങ്ങനെ അടുപ്പത്തിലുള്ള പണിയൊക്കെ കഴിഞ്ഞിക്കണേ. ഇനി നമുക്ക് എന്താട്ടാ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പം അങ്ങനെ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ഇവിടുത്തെ നമ്മൾ അടുപ്പുമല്ല പണിയൊക്കെ കഴിഞ്ഞിക്കണേ. അപ്പം ഇനി നാളെ നോക്കാം ഇൻഷാ അല്ലാ.
അങ്ങനെ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റി വെച്ചിക്കണം കേട്ടോ. ഇത് നല്ല ചോറാണ്, കളയാൻ പറ്റൂലല്ലോ. പിന്നെ 10 മണിക്ക് മക്കൾ കഞ്ഞി കുടിച്ചാണെന്ന് വെച്ചെങ്കിൽ കഞ്ഞി കൊടുക്കുക, പിന്നെ ഞമ്മക്കും തന്നെ എടുക്കാം. അത് എഴുതിയിട്ട് ഞാൻ തിളപ്പിച്ച് ഊറ്റിയതാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതും അല്ലേ. ചില നേരത്തെ ചോറ് വെച്ചാൽ ഉണ്ടാവുക തന്നെയല്ല. അതിനൊക്കെ നല്ല കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര തീർപ്പതയാണ്. അത് എത്ര ചോറ് തിന്നാലും അവർക്ക് പള്ള അറിയണ തന്നെ അറിയില്ല, വല്ല ഇറച്ചിയോ കോഴിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടിച്ചെങ്കിൽ. അപ്പോൾ അങ്ങനെ തിരുമ്പാലതൊക്കെ ഞാൻ തിരുമ്പി ഒരുമ്പി കുറച്ച് ഉണക്കി തന്നിക്കണം കേട്ടോ നമ്മളെ മെഷീന്. ഇനി നമുക്കതൊന്ന് കൊണ്ടുപോയി തോരടണം. അങ്ങനെ ഇതാക്കണം. ഞാൻ എല്ലതും എടുത്തുക്കണം കേട്ടോ. അപ്പോൾ മക്കളെ ഞാൻ വിചാരിച്ചു ഇനി മെഷീനിൽ തിരുമ്പിയാൽ വെളുക്കൂലാന്ന്. ഈ ചളി ഈ പാൻറ്റിനുണ്ടല്ലോ നല്ല ചളി ഉണ്ടായിന് കേട്ടോ മെഷീനിലിടുമ്പം. അപ്പം കാലുമ്മലും അതേമാതിരി ബാക്കിലും മുന്നിലും ഒക്കെ നല്ല ചളി കഴിഞ്ഞിട്ടോ. എന്നിട്ട് ഞാൻ ഓനെ ചീത്ത പറഞ്ഞേക്കാൻ ഇഞ്ചെന്ത് ചെറിയ കുട്ടികളെ മാതിരി നിലത്ത് കൂടെ ഒരച്ചളിച്ചീനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞേ. പക്ഷേ നമ്മളെ പാൻറ്റ് നല്ല ഉസ്സാറായിട്ട് വെളുത്തുക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് കുറച്ച് മീനും കൊണ്ട് വന്നിക്കണത്. അപ്പം അങ്ങനെ മീനിലൊക്കെ വെള്ളം പാർന്നിട്ടിക്കണേ. പിന്നെ ഞാൻ എന്താട്ടി നമ്മളെ മമ്പയർ തൂമിച്ചണം. പിന്നെ അതൊന്ന് മീനൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് ഞാൻ കുറച്ച് മുളകും പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഉണ്ടായിനി, അത് ഇട്ടുകൊടുത്ത് മുളകും പൊടി ഇട്ടെടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു, പെരിഞ്ചീരകം ഇട്ടെടുത്തു. ഇന്ന് മല്ലി ഇട്ടിട്ടില്ല കേട്ടോ ചാറിൽ. അപ്പം എന്നാൽ അങ്ങനെ ഒന്ന് വെച്ചോക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതാക്കണം. ഇന്ന് കല്ലുപ്പാണ് ഇടുന്നത്. അപ്പോൾ കല്ലുപ്പ് നാത്തൂൻ വന്നപ്പോൾ പറഞ്ഞേ, എന്തിനാണ് ഇയാളെ ഞങ്ങൾ പൊടിപ്പ് വാങ്ങുന്നത്, കല്ലുപ്പ് വാങ്ങിക്കൂടെ, അതല്ലേ നല്ലത്, മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി, മിക്സിക്കും തന്നെ മൂർച്ചവും കൂടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാക്കണം ഞാൻ കല്ലുപ്പ് കൊണ്ടുവച്ചിനി അതൊക്കെ മിക്സിയിലിട്ട് കണ്ടൊന്ന് പൊടിച്ചെടുത്തുക്കണം കേട്ടോ. അതിലൊരു കജ്ജിൽ ഫോണായതുകൊണ്ട് തന്നെ മിക്സിയിൽ നിന്ന് അങ്ങോട്ട് തട്ടിയപ്പോൾ അത് അതിൻ്റെ ഉള്ളിലാണ് കുടുങ്ങി. പിന്നെ ഏതായാലും ശരിയാക്കി എടുത്തു. പിന്നെ മക്കൾക്കൊന്നും വറ്റിച്ചേ മാണ്ടി വരില്ല. അപ്പോൾ ഞാൻ കുറച്ച് പൊരിച്ചാൽ മാണ്ടി എടുത്തുക്കണം കേട്ടോ. ഇതിൻ്റെ ബാക്കി ഇനി നമുക്ക് വൈകുന്നേരം കൊടുക്കാമല്ലോ. ഉച്ചയ്ക്ക് നമുക്ക് വറ്റിച്ചത് കൊടുക്കാം, വൈകുന്നേരം പിന്നെ ഓരോ കണ്ടം പൊരിച്ചത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനൊക്കെ ഞാൻ ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മല്ലി ഇടാത്തതുകൊണ്ട് തന്നെ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എന്നുണ്ടല്ലോ മീൻ കറിയിൽ മല്ലി ഇട്ട് വെക്കണം. അപ്പോൾ ഇന്നൊന്ന് ഞാൻ മല്ലി ഇടാതെ ഒന്ന് വെച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. എല്ലതുമാണല്ലോ ഇപ്പം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ മീനൊക്കെ ഇട്ട് തിളക്കട്ടെ. അപ്പോൾ ഇതിന് ചട്ടി നല്ലോണം ചൂടായിക്കണം കേട്ടോ. മീൻ പൊരിച്ചാല ചട്ടിയും എണ്ണയും നല്ലോണം ചൂടായിക്കാണ്ട് മീനാണ്ട് ഇട്ട് കൊടുത്താണ്ടല്ലോ പെട്ടെന്ന് മറിച്ചിടാൻ കഴിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടേക്കാരം. അപ്പോൾ ഏതായാലും ഞാൻ മീനൊക്കെ അതൊക്കെ നല്ലോണം തിളച്ച് വെന്ത് വന്നിക്കണേ. നമ്മളെ ചാറൊക്കെ കുറുകി വന്നിക്കണേ. ഇനി ഞാനതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കിയിട്ട്, പിന്നെ ഇതിങ്ങനെ ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം സൂതമീനായതുകൊണ്ട് പൊടിഞ്ഞു പോകുമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഞാൻ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിക്കണം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ചോറ് തിന്നുമ്പോൾ. അങ്ങനെ ഗ്യാസൊക്കെ ഓഫാക്കിക്കണ്. അപ്പോൾ നമ്മൾ മീൻ ഇതാക്കണം മറിച്ചിടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മളെ മീനൊക്കെ നല്ലോണം വേഗം മറിച്ചിടാൻ കഴിയും പറഞ്ഞില്ലേ. അപ്പോൾ അതേമാതിരി വേഗം മറിച്ചിടാനൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ. ഇഷ്ടപ്പെട്ടുകണമെന്നറിയില്ല.